ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്തുണ്ട് വിശേഷം? കുറച്ചധികം ദിവസമായിട്ട് ഒരു രണ്ട് മാസമായിട്ടെങ്കിലും മിനിമം മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. കുറച്ചധികം ട്രേഡ് ചെയ്ത് ക്യാഷ് ഉണ്ടാക്കാൻ പാടുള്ള ഒരു മാർക്കറ്റാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്വിംഗ് ട്രേഡിനൊക്കെ അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ? അപ്പോൾ എന്താണ് ഇനി തുടരെയുള്ള മാർക്കറ്റിൻ്റെ അവസ്ഥയെന്ന് ഡിസംബർ കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഒരു തീരുമാനമാകും. ഈ ഒരു ലിക്വിഡിറ്റി ഇഷ്യൂസ് എല്ലാം ഡിസംബർ കഴിയുമ്പോഴത്തേക്കും മാർക്കറ്റിൽ FIS ആൻഡ് DAS കംപ്ലീറ്റ്ലി ബാക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആണ് ഞാൻ ഏകദേശം ഒരു പ്രതീക്ഷ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥ നമുക്കൊന്ന് നോക്കാം. US മാർക്കറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ആൻഡ് S&P ആൻഡ് നാസ്ഡാക്ക് അത്യാവശ്യം പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ബട്ട് അത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാം. യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ടു ബെയറിഷ് എന്ന് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ആ ഒരു പ്രശ്നം യൂറോപ്യൻ മാർക്കറ്റ്സും US മാർക്കറ്റ്സിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റും തായ്വാൻ വെയിറ്റെല്ലാം സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. ആൻഡ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 56 പോയിന്റ്സ് ഡൗൺ ആണ്. സോ മേ ബി നമുക്ക് നിഫ്റ്റിയിൽ ചെറിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയായിരിക്കും നമുക്ക് ഇന്നും പ്രതീക്ഷിക്കാവുന്നത് അല്ലേ? ഇപ്പോൾ 56 പോയിന്റ്സ് ആണ് എങ്കിൽ മേ ബി ഒരു 30 to 50 പോയിന്റ്സ് തന്നെയായിരിക്കും നമുക്കും നിഫ്റ്റിയിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി ബാങ്ക് നിഫ്റ്റി ലെവൽസ് ഒന്ന് നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, ഓൾ ടൈം ഹൈക്ക് താഴെ നിന്നിട്ട് ഒരു പുൾ ബാക്ക് തരുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെ വരെ എത്തിയിട്ടുണ്ട്, ബേസ് വരെ എത്തിയാണ് മാർക്കറ്റ് പുൾ ബാക്ക് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് നോക്കാം അപ്പോൾ എന്താണ് ഇനി അടുത്ത നമുക്ക് ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സോ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഈ ലോ ബ്രേക്ക് ചെയ്യുമോ ഇല്ല എന്നറിയാനാണ്. മാക്സിമം ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി ആ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ കൂടുതൽ നല്ല രീതിയിലുള്ള സ്ട്രെങ്ത് ലൂസ് ചെയ്യും. സോ ഈ ലോ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല, മറിച്ച് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഒരു 15 മിനിറ്റ് ചാർട്ട് നോക്കാം. 5 മിനിറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടില്ലേ, ഇതൊരു നല്ല സോണാണ്, ഇൻഡ്യൂസ്മെൻറ്റ് സോണാണ് ആ ഒരു ഏരിയ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സോൺ മാക്സിമം ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ഈ ഒരു സപ്ലൈ ടെസ്റ്റ് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഒരു അറ്റംപ്റ്റ് നടത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു ഏരിയയാണ് 26,300 അല്ലെങ്കിൽ ആ ഒരു 290 to 300 റേഞ്ചിൽ മാർക്കറ്റ് നല്ലൊരു സപ്ലൈ ഉണ്ട്. അപ്പോൾ ആ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്താൽ ഓക്കെ, അടുത്ത ഒരു കണ്ടിന്യൂഷൻ റാലി നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു സപ്ലൈ ബ്രേക്ക് ചെയ്താൽ ഓക്കെ. അപ്പോൾ ഈ ഒരു സപ്ലൈയിലേക്ക് മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള ഒരു സോണാണിത്. സോ ഇത്തിരി ഡീപ്പ് കറക്ഷൻ തന്ന ശേഷം അപ്സൈഡ് പോകുമില്ല എന്നുള്ളതാണ് ചോദ്യം. സോ ഇത് എന്നെ സംബന്ധിച്ചൊരു സപ്പോർട്ടാണ്. അപ്പോൾ ഒരു ഡിമാൻഡ് സോണായിട്ട് ഞാനത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഏരിയകളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതെല്ലാം മാർക്കറ്റിനെ ബയേഴ്സിൻ്റെ കൺട്രോളാക്കാൻ പറ്റിയ സോൺസാണ്. കാര്യം ഒരു നെക്ക് ഏരിയയാണ്. പലപ്പോഴും മാർക്കറ്റ് അത്യാവശ്യം നല്ല മൊമെൻറ്റം തന്ന് ഡിമാൻഡോടെ അപ്സൈഡ് പോയ സോൺസാണ് ഈ ഒരു ഏരിയ എല്ലാം. സോ ഞാൻ എന്താ പറയുക, മാർക്കറ്റിന് ബാക്ക് ടു ബാക്ക് ഒരു വലിയ ഡിമാൻഡ്, മാർക്കറ്റിന് സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഈ ഏരിയാസിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഏരിയ ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. കാര്യം ഇവിടെ ബയേഴ്സിനെ സ്ട്രെങ്ത് എടുക്കാൻ പറ്റിയ ഒരു സോണായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ ക്ലോസ്ലി വാച്ച് ചെയ്യാം നിഫ്റ്റി ഇൻഡെക്സിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഞാൻ എടുത്ത് കാണിക്കാം. ബാങ്ക് നിഫ്റ്റി ചാർട്ട് കുറച്ചുകൂടെ രസകരമാണ്. കുറച്ചൊരു ക്ലിയർ പ്രൈസ് ആക്ഷൻ കാണിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയിലാണ്. നിങ്ങളിവിടെ നോക്കി ബാങ്ക് നിഫ്റ്റിയിൽ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു വലിയ ക്യാൻഡിലിൻ്റെ ഏരിയയിൽ മാർക്കറ്റ് ഇന്നലെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് കുറച്ചുകൂടെ പ്രൈസ് ആക്ഷൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് എനിക്ക് തോന്നുന്നത്, കുറച്ചുകൂടെ ക്ലിയർ ആണെന്ന് തോന്നുന്നത്. ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഒന്ന് ഡിമാൻഡ് എടുത്തു. അതായത് നിങ്ങൾ ഈ ഡിമാൻഡ് എടുത്ത സോൺ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നും സ്വിങ് ലോ തന്ന ഏരിയയിൽ വന്നാണ് മാർക്കറ്റ് ഡിമാൻഡ് എടുത്തത്. സോ കുറച്ച് ക്ലിയർ പ്രൈസ് ആക്ഷനാണ്. മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു സൂചന നൽകുന്ന ഒരു പ്രൈസ് ആക്ഷനാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിലെ ഡേ ചാർട്ടിൽ കണ്ടത്. എന്തുകൊണ്ടോ നിഫ്റ്റിയെ കാട്ടി കുറച്ചും കൂടെയൊക്കെ മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ എനിക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ആദ്യം വിസിബിൾ ആണെന്ന് തോന്നുന്നത്. സോ നമുക്ക് ഇവിടെ ആ ഒരു പ്ലാൻ ഇടാം. ഈ ഒരു സോൺ ഏരിയ ഉണ്ടല്ലോ, ഈ ഒരു സോൺ ഏരിയയ്ക്ക് താഴെ മാർക്കറ്റ് പോയില്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി കണ്ടിന്യൂഷൻ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാൻ പോകുന്നത്. ഓക്കെ, 5 മിനിറ്റിലേക്ക് നമുക്ക് പോകാം. 5 മിനിറ്റ് നമുക്ക് നോക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ,
ടോട്ടലി നോക്കുമ്പോൾ അറിയാതെ ഇതാണ് ഒരു ഡിമാൻഡ് ഏരിയ പോലെ കറക്റ്റ് ഒരു 50 മിനിറ്റിലോ 30 മിനിറ്റിലോ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, കറക്റ്റ് ഒരു ഡിമാൻഡ് ഏരിയ ആയിട്ട് ഇത് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ കുറച്ചും കൂടെ കാൻഡിൽസ് വൈസ് കുറച്ചുകൂടെ പ്രൈസ് ആക്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കൊരു വ്യൂ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, മേ ബി ഒരു പുൾ ബാക്ക് വന്നാൽ പോലും നമുക്കറിയാം ഈ ഒരു സോണ് ബ്രേക്ക് ആവാത്തിടത്തോളം മാർക്കറ്റ് കുറച്ചും കൂടെയൊക്കെ സേഫ് ആണെന്ന്. സോ ഈ ഒരു ഡിമാൻഡ് ഏരിയയിലേക്ക് വീണ്ടും ഒരു ബൗൺസ് വരുമോ ഇല്ലേ നമുക്കറിയത്തില്ല. വരുവാണെങ്കിൽ പോലും ഓക്കെ, കാണുമ്പോൾ ഒരു ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു എന്താ പറയുക, ടോട്ടലി ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് 60,127 ആണ്. സോ ബാങ്ക് നിഫ്റ്റി ആ ഒരു ലിക്വിഡിറ്റി എടുക്കാനായിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റത്തിലേക്ക് പോകാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തുമെന്ന് ഞാൻ വിശ്വസിക്കുക. മറിച്ച് ഇനിയിപ്പോൾ ഈ ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്താൽ, എനിക്കിപ്പോൾ മേജർലി പറയാനുള്ളത് ആ ഡിമാൻഡ് ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു സോൺ നോക്കാം, 57,570. സോ അത് ബ്രേക്ക് ചെയ്യില്ല എന്നാണ് ഞാൻ ഏകദേശം വിശ്വസിക്കുന്നത്. ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഏരിയ ഡിമാൻഡായിട്ട് വർക്ക് ചെയ്യാം, 57,130 to 200 റേഞ്ച്. സോ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യം അത്രയ്ക്ക് നല്ലൊരു സ്ട്രോങ് ഡിമാൻഡ്, ഒരു സപ്പോർട്ടായിട്ട് ഈ മാർക്കറ്റ് ഈ ഏരിയ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാൻ കരുതുന്നത് ഇതാണ് സ്ട്രോങ് സപ്പോർട്ട് എന്നാണ്, സ്ട്രോങ് ഡിമാൻഡ്. ഓക്കെ, ഞാൻ മാർക്ക് വയ്ക്കുകയാണ്. ഈ ഒരു സ്ട്രോങ് ഡിമാൻഡ് മാർക്ക് ചെയ്താൽ ഓക്കെ, നമുക്കൊരു ബെയറിഷ് വ്യൂവിലേക്ക് ഇൻട്രാഡേ ലെവലിൽ പോകേണ്ടി വരും ഇത് ബ്രേക്ക് ചെയ്താൽ. ഓക്കെ, ശേഷം കണ്ടോ ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾ നോക്കുക. കാരണം ഈ ഒരു ഏരിയയിൽ വരെ മാർക്കറ്റ് ലിക്വിഡിറ്റി എടുക്കാൻ വരുമെന്ന് ഞാൻ ഡൗട്ട്ഫുൾ ആണ്, 58,150 ഒക്കെ. സോ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് എന്തായാലും കണ്ടിന്യൂസ്ലി വാച്ച് ചെയ്യാം. വളരെ രസകരമായ പ്രൈസ് ആക്ഷൻ എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇപ്പം ഇന്ന് എന്തെങ്കിലും റിസൾട്ടുകൾ വന്നിട്ടുണ്ടോ പരിശോധിക്കുമ്പോൾ പൈൻ ലാബ്സ് Q2 കൺസോളിഡേറ്റഡ് റിസൾട്ട് വന്നിട്ടുണ്ട്. പ്രോഫിറ്റ് സ്റ്റാൻഡ്സ് അറ്റ് 5.97 crores, അതായത് 32 കോടിയിലായിരുന്നതാണ് പൈൻ ലാബ്സിൻ്റെ ലോസ്. അപ്പോൾ എനിവേ അതൊരു റവന്യൂവിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. മോസ്റ്റ്ലി 17.8% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതായത് 581 കോടിയിലായിരുന്നു റവന്യൂ ആൻഡ് അത് ഇൻക്രീസ് ചെയ്ത് 650 കോടിയിലാക്കിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ കമ്പനീസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ റിലയൻസിൻ്റെ ഒരു സുരേ കൺട്രി ക്ലബ്ബായിട്ട് ഒരു എന്താ പറയുക, റിലയൻസിൻ്റെ സബ്സിഡിയറി ഒരു ജോയിൻറ്റ് വെഞ്ചർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് ഇംഗ്ലണ്ടിലാണ് ഈ ഒരു സുറേ കൺട്രി ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറയുന്നത്. ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ക്രിക്കറ്റ് ടീം, മെൻസ് ആൻഡ് വുമൻസ് ക്രിക്കറ്റ് ടീം MI ലണ്ടൻ എന്ന പേരിലായിരിക്കും അറിയപ്പെടുക. ഓക്കെ, സുറേ കൗണ്ടി ക്രിക്കറ്റ് ക്ലബിൻ്റെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഒരു കൊളാബറേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. സോ നമുക്കത് നോക്കാം. അത്യാവശ്യം നല്ലൊരു പോസിറ്റീവ് ന്യൂസാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലവേഴ്സ്. ഓക്കെ, അടുത്ത JK സിമെന്റ് എന്ന് പറയുന്നത് കമ്പനി മോസ്റ്റ്ലി 3.3 മില്യൺ ടൺ പെർ ആനം കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബീഹാറിലെ പാന പ്ലാന്റിൽ നിന്നാണ് ഇത്രയും ഒരു സിമെന്റ് കമ്മീഷൻ ചെയ്ത കാര്യം ന്യൂസ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് റെയിൽ വികാസ് നിഗത്തിനൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. മോസ്റ്റ്ലി 145.34 crore ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഓഫ് വർക്കാണ് കിട്ടിയിട്ടുള്ളത് സദേൺ റെയിൽവേയിൽ നിന്ന്. ഓക്കെ, ആ ഓർഡറിൽ മെയിൻലി ഉള്ളത് ഡിസൈൻ, സപ്ലൈ, ഇറക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് ട്രാക്ഷൻ സബ്സ്റ്റേഷൻസിന്റെ ഭാഗമായിട്ടാണ് അത്രയും കിട്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ റെയിൽടെൽ കോർപ്പറേഷന് ഒരു വർക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത്. മോസ്റ്റ്ലി 48.78 കോടി വർക്ക് ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. സ്ലൈറ്റ്ലി ലോ ആണ്, ബട്ട് കഴിയില്ല. അത് മുംബൈ മെട്രോപൊളിറ്റൻ റീജിയൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭാഗമായിട്ടാണ് ആ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ശേഷം മുക്ക പ്രോട്ടീൻസിന് ഹാർദിക് ഗൗഡ് ജോയിന്റ് വെഞ്ചർ ഹാർദിക് ഗൗഡ് ആൻഡ് MS നിഫ്ര ആയിട്ടുള്ള ജോയിന്റ് വെഞ്ചറിൽ മോസ്റ്റ്ലി 474.89 കോടിയുടെ ഒരു വർക്ക് ഓർഡർ റിസീവ് ചെയ്തിട്ടുണ്ട്. അത് ബാംഗ്ലൂരിലെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ന്യൂസസ് ഉള്ളത്. പിന്നെ പെട്രോനെറ്റ് LNGയുടെ ന്യൂസ് എന്ന് പറയുന്നത് അവരൊരു 15 year old എത്തനോൾ അൺലോഡിങ് ആൻഡ് ഹാൻഡ്ലിംഗ് സർവീസിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് നിലവിലുണ്ട്. സോ ഇന്ന് വലിയ എന്താ പറയുക, നമുക്ക് പാനിക്കാവേണ്ട പ്രശ്നങ്ങളൊന്നും നിലവിലുണ്ടായിട്ടില്ല. പിന്നെ IEXന്റെ ന്യൂസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. കമ്പനിക്ക് ഒരു ട്രേഡഡ് വോളിയം, ഇലക്ട്രിസിറ്റി ട്രേഡഡ് വോളിയം മന്ത്ലി റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ നമ്പറിൽ നിന്നും മോസ്റ്റ്ലി ഇപ്പം കണക്കാക്കുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയും ന്യൂസസാണ് പ്രധാനപ്പെട്ട രീതിയിൽ ഇന്നും വന്നിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റ് ഒന്ന് കുറച്ചും കൂടെയൊക്കെ ഒരു രീതിയിൽ എത്തുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നമുക്ക് നല്ല ട്രേഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ബിൽഡേഴ്സ് കണ്ടിന്യൂസ്ലി ഞാൻ വാച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു ചെറിയ പുൾ ബാക്ക്, ഒരു റീടെസ്റ്റ് പോലെയാണ് നിൽക്കുന്നത്. എന്തായാലും എബോവ് 172 നല്ലൊരു മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ,
അപ്പോൾ വേറെ ഏതാ സ്റ്റോക്ക് എന്ന് പറയുന്നത്, നമ്മുടെ തൽക്കാലം ഇന്ന് വാച്ച് ലിസ്റ്റുകൾ കുറവാണ്, മാർക്കറ്റ് പ്ലേ ചെയ്യട്ടെ, അത്രയും വെയിറ്റ് ചെയ്താണ് ഞാൻ ഇരിക്കുന്നത്. ശേഷം യൂണിവേഴ്സൽ കേബിൾസ് ഒരു ഇൻട്രാഡേ മൊമെൻറ്റത്തിന് വേണ്ടി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ കുറവാണ് ഇന്ന് ടോട്ടലി ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുന്ന സ്റ്റോക്സ് കുറവാണ്. പിന്നെ ഹെക്സ്റ്റ് നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ ഒരു നല്ല അപ്സൈഡ് മൊമെൻറ്റത്തിനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ 760 ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് അടുത്തൊരു 790, 800 റേഞ്ചിലേക്ക് ഒരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഹെക്സ്റ്റ് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടോളൂ, നല്ലൊരു പ്രൈസ് ആക്ഷനാണ്. ബ്രേക്ക് ഔട്ട് റേറ്റ് സെറ്റപ്പിലേക്ക് ഹെക്സ്റ്റ് നീങ്ങുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം മാറ്റി ഞാൻ കാണിച്ചാൽ ഹെക്സ്റ്റ് കണ്ടില്ലേ, ഹെക്സ്റ്റ് കുറച്ച് ദിവസമായിട്ട് ഹെക്സ്റ്റ് ഇതിന് മുന്നേ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോകേണ്ടതായിരുന്നു, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒന്ന് ഡൗൺ സൈഡ് വന്നു, കണ്ടില്ലേ. ഡൗൺ സൈഡ് വന്ന ശേഷം മാർക്കറ്റ് എന്താണ് ഒരു ബേസ് ഏരിയയിൽ നിൽക്കുകയാണ്. ഞാൻ വരച്ചിട്ട് കാണിച്ചാൽ ഇതാണ് ഒരു ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഹെക്സ്റ്റ് നോക്കുന്നത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനാണ്. ഏറ്റവും നല്ലൊരു മൊമെൻറ്റം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഒരു 800-ന് മുകളിലായിരിക്കും ഞാൻ നല്ലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഹെക്സ്റ്റ് എന്തായാലും അതിനുള്ളൊരു മുൻകൂട്ടി അതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 770-ക്ക് മുകളിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കാം ഹെക്സ്റ്റിൽ. എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക, ഹെക്സാവെയർ ടെക്നോളജീസ് ലിമിറ്റഡ്. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ട് ഫ്രം ലോവർ ലെവൽസ്. അപ്പോൾ അതിൻ്റെ ഹയർ ലെവൽ പോയപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റീസ് ഹോൾഡ് ചെയ്യുകയാണ്. സോ എല്ലാവരും ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കുക ഹെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ ബാക്കി വേറെ അധികം സ്റ്റോക്സ് ഞാൻ ഇട്ടിട്ടില്ല. അതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.